ഈശോമിശിഹായിലേറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഈശോയുടെ കുഞ്ഞുമക്കളെ, പലപ്പോഴും നമ്മളൊക്കെ പറയാൻ സാധ്യതയുള്ള ഒരു പരാതിയാണ് നമ്മളെ ആരും അങ്ങനെ ഗൗനിക്കുന്നില്ല എന്നുള്ളത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കൊച്ചിയിലുള്ള ലുലു മാളിലേക്ക് നമ്മളൊന്ന് ചെല്ലാമെന്ന് വിചാരിക്കുക. നന്നായിട്ട് ഉടുപ്പൊക്കെ ഇട്ട്, നന്നായിട്ട് മുടിയൊക്കെ അടിപൊളിയാക്കി, വേണമെങ്കിൽ മുടിയിൽ ഇച്ചിരി കളറൊക്കെ ഇട്ട് വളരെ സ്റ്റൈലായിട്ട് നമ്മൾ ലുലു മാളിലേക്ക് ചെന്നു എന്ന് വിചാരിക്കുക. ആരെങ്കിലും നമ്മുടെ അടുത്ത് സെൽഫി എടുക്കാനായിട്ട് വരാൻ സാധ്യതയുണ്ടോ? എന്ത് തോന്നുന്നു? ആരെങ്കിലും വരുമോ? മൊബൈലിലേക്കായിട്ട് നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ച് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? മിക്കവാറും സാധ്യത കുറവാണ്. നിങ്ങൾ വലിയ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് വല്ലതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾ വന്നെന്നിരിക്കും. എന്നാൽ ചിന്തിച്ചു നോക്കി, എന്നാൽ നല്ല, അതായത് യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ സിനിമയിലേക്ക് അഭിനയിച്ച് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആരെങ്കിലും ഒരാളൊക്കെയാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നതെങ്കിൽ ഇവർക്ക് ചുറ്റും ഒത്തിരി ആളുകളുണ്ടാവും അല്ലേ? സെൽഫി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട്, അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുന്നുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരും പരിഗണിക്കത്തില്ല. പക്ഷേ ഈശോ അതിനെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളാണെങ്കിലും ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം കണ്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചെടുത്ത തിരുവചനം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അല്ലേ? അതായത് ഭണ്ഡാരത്തിൽ ഇങ്ങനെ പല ആളുകൾ വന്ന് നാണയത്തൊട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ആരാണ്? വളരെ ധനികരായിട്ടുള്ള അറിയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നെന്ന് വളരെ കൃത്യമായിട്ട് മർക്കോസിലേക്ക് എടുത്തു പറയുന്നുണ്ട്. ധനവാന്മാരൊക്കെ വന്ന് അതിൽ നാണയത്തൊട്ടുകൾ അല്ലെങ്കിൽ വലിയ തുകകളൊക്കെ ഇട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടുവിൽ ഊസാനൻ്റെ ഇടയ്ക്കായിരിക്കാം, എപ്പോഴായിരിക്കാം ഒരു പാവപ്പെട്ട ഒരു വിധവ, അത് ഏത് സാഹചര്യത്തിലുള്ള നമുക്കറിയില്ല, വിധവ വന്നു, അവളുടെ കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകൾ അതിലിട്ടു. പക്ഷെ അത് ഈശോ കണ്ടിട്ട് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആളെ ഒന്ന് നോക്കിക്കേ, ഒരു ദരിദ്രയായിട്ടുള്ളൊരു വിധവ നാണയത്തൊട്ടുകൾ ഇട്ടിരിക്കുക. അത് ഈശോ കണ്ടു. അപ്പം അതിൻ്റെ അർത്ഥം, ഒന്ന്, കർത്താവ് ചെറിയവരെന്നോ വലിയവരെന്നോ നോക്കുന്നൊന്നുമില്ല, പക്ഷെ എല്ലാവരെയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇതിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, പാട്ട് പാടുമ്പോൾ, നിയോഗം സമർപ്പിക്കുമ്പോൾ, അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോഴെല്ലാം ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ? നമ്മളെ ഓരോരുത്തരെയും ഈശോയ്ക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ കുർബാന ആരംഭിച്ചപ്പോഴൊക്കെ സിസ്റ്റർ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിയോഗം സമർപ്പിക്കണം. കാരണം ഈശോ നമ്മുടെ നിയോഗം കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ അല്ല, എൻ്റെ നിയോഗം. അപ്പോൾ എൻ്റെ നിയോഗം കേൾക്കാൻ വേണ്ടി ഈശോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈശോ നിയോഗം കേൾക്കുമോ? ഇല്ല. പക്ഷെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈശോ നിയോഗം എന്ന് പറഞ്ഞാൽ ഈ ദരിദ്രയായിട്ടുള്ള വിധവ ചെയ്തതുപോലെ കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കാൻ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ദരിദ്രയായിട്ട് വിധവ എന്നൊക്കെ നമ്മൾക്ക് പറയുമ്പോൾ ഒരുപക്ഷെ അവർ ജീവിച്ച ആ ഒരു ആ സാഹചര്യത്തെ കൂടി ഒന്ന് വിലയിരുത്തുവാണെങ്കിലാണ് അതിൻ്റെ കുറച്ചും കൂടെ പ്രാധാന്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ കാലഘട്ടത്തിൽ അവിടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പുരുഷന്മാരായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു പുരുഷൻ്റെ ഒരു ആശ്രയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വിധവ എന്നാൽ നമുക്കറിയാം ഭർത്താവ് നഷ്ടപ്പെട്ടയാൾ എന്ന് പറഞ്ഞാൽ, ഒരു മെയിലിൻ്റെ, ഒരു പുരുഷൻ്റെ സാന്നിധ്യം, സഹായം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ആ ഒരു സമൂഹത്തിൽ ഒരു റോളുമില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അവരെ സഹായിക്കാൻ ആരും കാണത്തില്ല, അവരെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ വിധവയായിരിക്കുന്ന സമയത്താണ് അവരുടെ കയ്യിലുള്ള 2 നാണയങ്ങൾ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ അവസാനമാകെയുള്ളത് 10 രൂപയാണ്. ഈ ഒരു 10 രൂപയെ കയ്യിലുള്ളൂ. കൃത്യം നമ്മുടെ വണ്ടിക്കൂലിക്കുള്ള കാശാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ ഇവിടെ നിന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ബസ് വരുന്നിടത്ത് നമ്മൾ നോക്കി നിന്നു. അപ്പം അന്നേരം നമ്മൾ അവിടെ ഒരു ഭണ്ഡാരം കാണുവാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് വരുവാണ്. നമ്മുടെ കയ്യിലുള്ള 10 രൂപ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കുമോ? നോർമലി വീട്ടിൽ ചെല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ അത് കൊടുക്കത്തില്ല അല്ലേ?
കാരണം നമ്മുടെ കൃത്യം വണ്ടിക്കൂലി ഇരിക്കുന്നു, പക്ഷെ അത് കൊടുക്കാൻ തയ്യാറത്തില്ല. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ ഈ കാണുന്ന വിധവയാണെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നറിയാവോ? ആ 10 രൂപ കൊടുക്കും. അത് റീസൺ എന്താണെന്നറിയാവോ? ഈ വിധവയ്ക്ക് നാളെ ചിലപ്പോൾ ഭക്ഷണം മേടിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും കടം മേടിച്ച് തിരിച്ചു കൊടുക്കാനുള്ള കാശായിരിക്കാം. പക്ഷെ അത് ഈ കർത്താവിന് കൊടുക്കുകയാണ്. അത് കൊടുത്തപ്പോൾ ഈ വിധവയുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താണെന്നറിയാവോ? ദൈവം തരും എന്നുള്ള ഉറപ്പ്, ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ്. അതുകൊണ്ടാണ് എനിക്ക് ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഇടവകളിൽ ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് പോകും. ഇപ്പം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ ശുശ്രൂഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എനിക്കറിയാം ഞങ്ങളുടെ വണ്ടി, അതായത് എനിക്ക് ആലുവ ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലണം, അവിടെ നിന്ന് വേറൊരു വണ്ടി കയറി വേണം ഞാൻ ഈ സഹായിക്കാനായിട്ട് പോകുന്ന ഇടവകയിലേക്ക് പോകാൻ. പക്ഷെ എൻ്റെ അവിടെ നിന്നുള്ള അവസാനത്തെ വണ്ടി എന്ന് പറയുന്നത് 4 മണിക്കൊരു വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് ഞാൻ കയറി കൃത്യം ആലുവയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പോകേണ്ട സ്ഥലത്തേക്കുള്ള അവസാന വണ്ടി കയറാൻ പറ്റും. ആ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നും ഉണ്ടാകത്തില്ല അതിനുശേഷം. അപ്പം അങ്ങനെ ഞാൻ ആ ദിവസം എൻ്റെ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒത്തിരി താമസിച്ചു പോയി. എന്ന് പറയുന്നത് 4 മണി കഴിഞ്ഞ് ഈ ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. പക്ഷേ അപ്പോൾ എനിക്ക് വലിയ ടെൻഷനായി. കാരണം എങ്ങനെ ഈ സമയത്ത് കൃത്യസമയത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്നില്ലെങ്കിൽ ബസ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയും എനിക്കില്ല. പക്ഷേ ഞാൻ ആ സെമിനാരിൽ ഇറങ്ങാൻ താമസത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ആ സെമിനാരിലുണ്ടായിരുന്ന ഒരു ബ്രദറിനെ ഒന്ന് സഹായിക്കാനായിട്ട് ഞാൻ പോയി. അപ്പം അതുകൊണ്ടാണ് എത്രയും താമസിച്ചിറങ്ങണം. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഇത് മാത്രമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും കൃത്യസമയത്ത് ഈ ആലുവ ബസ് സ്റ്റോപ്പിൽ അവിടെ കൃത്യമായിട്ട് എത്തണം എന്നുള്ളൊരു ആഗ്രഹം. അത് മാത്രമാണ്, അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം അങ്ങനെ ഞാൻ വന്നു, ബസ് പോയെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആകുലപ്പെട്ട് ഞാൻ അവിടെ ഞങ്ങളുടെ സെമിനാറിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞ് ഒരു അല്പം നേരം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഒരു കാറൊക്കെ ആയിട്ട് വന്നു. ആളെ എനിക്ക് അറിയത്തൊന്നുമില്ല. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആലുവ സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി ഞാൻ നിൽക്കും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കയറിക്കോളാൻ പറഞ്ഞു. എനിക്ക് ആളെ പരിചയമില്ല, എന്തിനും കണ്ടിട്ടുമില്ല. മനുഷ്യൻ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഈ കാറിൽ കയറി ഞാൻ കൃത്യസമയത്ത് എവിടെ ഈ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഞാൻ എത്തി. അപ്പം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഈ എന്നെ സഹായിച്ച മനുഷ്യൻ ആരാണെന്ന് എനിക്കൊരു പരിചയമില്ല. പക്ഷേ ആൾ അവിടെ ഒരു സമയത്ത് വന്നു. എനിക്ക് ചെയ്യേണ്ട എൻ്റെ ഒരു പ്രാർത്ഥന നിയോഗത്തെ ഏറ്റെടുത്തു. അത് അനുഗ്രഹമായിട്ട് ദൈവം മാറ്റി. അതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളിൽ വരുന്നൊരു മാറ്റമാണ്. കാരണം നമ്മുടെ കയ്യിലൊന്നും കാണത്തില്ല. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇനി ഒന്നും നടക്കില്ലല്ലോ എന്ന്. പക്ഷേ നമ്മൾ എവിടെ നമ്മളെ സമർപ്പിക്കുന്നുവോ, എവിടെ നമ്മൾ വിട്ടുകൊടുക്കുന്നുവോ, ആ സമയം തൊട്ട് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഈ വിധവ പിറ്റേ ദിവസം വളരെ സുഖമായിട്ട് ദൈവം ആ വിധവയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അനുഭവം മാത്രം. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങളിങ്ങനെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അവരൊക്കെ പറഞ്ഞു തരും. ഒരമ്മ പറഞ്ഞൊരു അനുഭവം കൂടെ ഞാൻ പറയാം. അമ്മ പറഞ്ഞ അനുഭവം ഇങ്ങനെയാണ്. അവർ ഈ അമ്മ ജോലി ചെയ്യുന്നൊരു ഇടമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ നോക്കുന്നൊരു സ്ഥലമാണ്. രോഗികളായിട്ടുള്ള അമ്മമാർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് വന്ന് താമസിക്കുന്ന അമ്മമാർ. അങ്ങനെ ക്രിസ്മസ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സ്ഥാപനം നോക്കുന്ന ഈ അമ്മയ്ക്ക് വലിയ ആകുലതയാണ്. ആകുലത എന്ന് പറഞ്ഞാൽ ഈ മക്കൾ അവിടെ താമസിക്കുന്ന അമ്മമാരൊക്കെ ചോദിക്കും, ക്രിസ്മസൊക്കെ അല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ഭക്ഷണമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. എപ്പം അമ്മ പറയും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇവരുടെ കയ്യിൽ കാശൊന്നുമില്ല. ആരും ആ ദിവസം ഭക്ഷണം കൊടുക്കാമെന്നൊരു വാഗ്ദാനം ആരും കൊടുത്തിട്ടുമില്ല. അപ്പം ഈ അമ്മയ്ക്ക് വലിയ നിരാശയല്ല, വലിയ സങ്കടമുണ്ട്, വലിയ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള വലിയ ആകുലതയിൽ ഈ അമ്മ ഇങ്ങനെ ജീവിക്കുകയാണ്, ഇങ്ങനെ മുന്നോട്ട്. അങ്ങനെ ക്രിസ്മസിൻ്റെ ദിനങ്ങളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതിയായി, 21-ാം തീയതിയായി, ആരും വിളിച്ചിട്ടില്ല. 22-ാം തീയതിയായി, ഒരു മാറ്റമില്ല. 23-ാമത്തെ തീയതി ആയി, ആദ്യം വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എന്തെന്നറിയത്തില്ല, ഒരു അത്ഭുതമെന്ന് പറയാം. 23-ാം തീയതി വൈകുന്നേരം ഈ തൊടുപുഴയിലുള്ളൊരു ചേട്ടൻ ഈ അമ്മയെ ഫോൺ വിളിച്ചു. എന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു, നാളെ, അതായത് ഈസ്റ്ററിൻ്റെ അന്ന് അവിടെയുള്ളവർക്കെല്ലാം കൊടുക്കാനായിട്ടുള്ള ഭക്ഷണം ഞാൻ സ്പോൺസർ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആ ക്രിസ്മസിൻ്റെ അന്ന് ആ മക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടി. അവർക്ക് ഐസ്ക്രീം കിട്ടി, എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുള്ള ഇറച്ചികളും എല്ലാം മനോഹരമായിട്ടുള്ളൊരു ഭക്ഷണം ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തു. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ
തമ്പുരാൻ്റെ പ്രത്യേകത, നമ്മുടെ ഈശോയുടെ പ്രത്യേകത തന്നെയാണ്. നമ്മൾ ഈ അൽത്താരയിൽ കാണുന്ന ഈശോ നമ്മൾ കാണാൻ ഊസ്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുവനല്ല, മറിച്ച് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ വന്ന് ഇടപെടാൻ ശക്തിയുള്ള തമ്പുരാൻ ജീവിക്കുന്ന ദൈവമാണ്. അത് ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും ഈശോയോട്. പക്ഷേ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി, നമ്മുടെ ജീവിതത്തിൻ്റെ അവസര സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ഈശോയെ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. 1. 2, ഈശോയോട് പറയുക, ഈശോയെ നീ എൻ്റെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയും. ഈ വിശുദ്ധ ബലിയിലായിരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയോട് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.